ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ദി ഡെസ്റ്റിനോഗ്രാം. അപ്പോൾ ഇന്ന് അസർബൈജാൻ സീരീസിൻ്റെ 3-ാമത്തെ ഡേ ആണിന്ന്. നമ്മളിന്ന് പോകുന്നത് ഗബല എന്ന സ്ഥലത്തേക്കാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 4-5 മണിക്കൂർ യാത്രയുണ്ട്. അപ്പോൾ നമ്മൾ യാത്ര തുടരുകയാണ്. വിടാമുയർജി ഫിലിം ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ കാണാം. അതിമനോഹരമായ ലാൻഡ്സ്കേപ്പിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കയറ്റവും അതുപോലെ നല്ല ഇറക്കമുള്ള നല്ല റോഡുകളുമാണ്. ഈ സ്ഥലങ്ങളൊക്കെ ആ ഫിലിമിൽ കാണിക്കുന്നുണ്ട്. ഫിലിം കണ്ടിട്ടുള്ളവർക്ക് കണ്ടാൽ മനസ്സിലാവും. തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ആപ്പിളും മുന്തിരിയൊക്കെ നിറയെ കൃഷി ചെയ്യുന്നൊരു സ്ഥലമാണ് അസർബൈജാൻ. ദൂരെ മലനിരകളുടെ മനോഹരമായ ഭംഗി കാണാൻ തന്നെ നല്ല രസമില്ലല്ലേ. ഈ കാണുന്നത് ക്യാൻഡി മൗണ്ടൻസ് എന്ന മലനിരകളാണ്. അതായത് നമ്മളെ മുട്ടായി ക്യാൻഡീൻ്റെ കളർ പോലെയുള്ള, ദൂരെ നിന്ന് നോക്കിയാൽ കാണാം ഓരോ കളറായിട്ടാണുള്ളത്. പുറത്ത് നല്ല തണുപ്പാണ്. അതുപോലെ തന്നെ നമുക്ക് 2 ഡിഗ്രി 3 ഡിഗ്രി അങ്ങനെയാണെന്ന് ഇവിടുത്തെ ടെമ്പറേച്ചർ. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു 2 മണിക്കൂറായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കാൻ എവിടെയെങ്കിലും നിർത്തണം. അപ്പോൾ നല്ലൊരു സ്ഥലം നോക്കിയിട്ട് ഇങ്ങനെ കറങ്ങാണ്. നല്ല ഇറക്കമാണ്, നല്ല രസമുണ്ട് പോകുമ്പോൾ. അങ്ങനെ നിർത്തിയപ്പോൾ കണ്ട കാഴ്ചയാണിത്. നമ്മുടെ നാട്ടിലെ പോലെയില്ലേ കാണുമ്പോൾ. ഇത് ഓതൻറ്റിക് ആയിട്ടുള്ള വൈൻ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പാണിത്. അപ്പോൾ വൈൻ ഷോപ്പിൽ നമ്മൾ ഉള്ളിൽ കയറി അപ്പോൾ അതിൻ്റെ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓതൻറ്റിക് വൈനാണ്, അതായത് മായം ചേർക്കാത്ത വൈൻ എന്ന് വേണമെങ്കിൽ പറയാം. പണ്ടേ ഇവർ ഉണ്ടാക്കുന്ന കടയൊക്കെയാണെന്നാണ് പറഞ്ഞത്. അവിടുന്ന് ഓരോ വൈനും കൂടി വാങ്ങിയിട്ട് പോയി കളയാമെന്ന് വിചാരിച്ച്. അതിമനോഹരമായി അടുക്കി വെച്ചിട്ടുണ്ട് കുപ്പികളൊക്കെ, അതുപോലെ അതിൻ്റെ ബാരലും അതുമൊക്കെ. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ചയാണ് പഴയ ഒരു ട്രക്ക് അവിടെ നല്ല ഷോന് വേണ്ടി നിർത്തിയിട്ടിരിക്കുന്നു. അടിപൊളിയല്ല കാണാൻ തന്നെ. പണ്ടത്തെ റഷ്യൻ നിർമ്മിത ട്രക്കാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്തുള്ള കാഴ്ചകളൊക്കെ ഇങ്ങനെ വീഡിയോയിൽ പകർത്തി വീണ്ടും നമ്മൾ യാത്ര തുടരുകയാണ്. അങ്ങനെ ഗബലയിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ നല്ല പച്ചപ്പ് ഇങ്ങനെ ചെറുങ്ങനെ വരുന്നുണ്ട്. ഇത്ര നാളും ഇതൊക്കെ ഡ്രൈ ലാൻഡ് പോലെയാണ് തോന്നിയത്. അപ്പോൾ അങ്ങ് ദൂരെ നല്ല പച്ചപ്പുള്ള മലനിരകൾ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഗബലയുടെ അടുത്തെത്താനായിരിക്കുകയാണ്. അങ്ങ് ദൂരെ ആ മഞ്ഞുമല കാണാൻ തുടങ്ങിയിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ഗബലയിലെത്താനായിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. അവിടെ നിന്ന് നേരെ കേബിൾ കാർ പിടിച്ചു. കേബിൾ കാറിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 4 സ്റ്റോപ്പാണ് ഉള്ളതെന്ന് തോന്നുന്നു. ആദ്യത്തെ സ്റ്റോപ്പൊന്നും കയറി നമ്മളിങ്ങനെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. ആ സുജിത്ത് ഭക്തൻ്റെ എല്ലാം വീഡിയോ കാണും. നമ്മളെപ്പോൾ ഇതിൻ്റെ അകത്ത് പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ചു. സുജിത്ത് ഭക്തൻ്റെ സുജിത് ഭക്തൻ. ആ മോനെ അങ്ങ് വരെ ഉണ്ട് കേട്ടോ. താഴെ പോയി ഇത് നഷ്ടമായപ്പോ കയറിയില്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു നിങ്ങളില്ലെങ്കിൽ ഞാൻ പോകും. ഫുഡേ ഉള്ളു ഇവന്മാരുടെ തൊലിപ്പ്, ബാക്കിയൊക്കെ സൂപ്പറാ. ഒഴിഞ്ഞു പോകുന്നല്ലേ ഈ സമയം പൊഴിയും, പിന്നെ പുതിയത് വരും. ഇപ്പൊ സ്പ്രിംഗ് സീസൺ പിന്നെ സ്പ്രിംഗ് അല്ലേ, ഓട്ടം കഴിഞ്ഞത് വിന്റർ വരെ. നാട്ടിൽ സ്പ്രിംഗ് സീസൺ ഇല്ലല്ലോ. ഉണ്ട്, പക്ഷെ അങ്ങ് ഇതേപോലെ പോകില്ലല്ലോ. പേടിയുണ്ട്. മഞ്ഞിന്റെ അതൊന്നും അവിടെ അത്രയും വൈറ്റ് വെള്ള കളത്ത് ഇങ്ങനെ കിടക്കുന്ന സൂപ്പർ. അങ്ങോട്ട് നോക്കി ഇതൊക്കെ കണ്ണുകൊണ്ട് തന്നെ കാണണം. ഓനെ കൂടെ കണ്ട ഇതിന്റെ ഒരു ഇതിൻ്റെ അകത്താ പോണ്ടേ നമുക്ക്? ഇതിൻ്റെ അകത്താ പോണ്ടേ? ഇതിൻ്റെ അകത്താടാ പോണ്ടേ? അല്ല, ഇതിൻ്റെ അകത്ത് താഴോട്ടേക്ക് പോണോ നമ്മള്? ഇതിൻ്റെ അകത്ത് ഇനി താഴോട്ടേക്ക് പോണോ? ആ 5 മണി വരെ സമയമുണ്ട്. അതിൻ്റെ അകത്ത് എന്തോരം വേണം യൂസ് ചെയ്യാം. അതാ അവര് പറഞ്ഞ 5 മണി വരെ ക്ലോസിംഗ് ടൈം ആണ്. നേരെ ഫ്രെയിമിൽ കിട്ടാൻ വേണ്ടി ഇവിടെ ഞാൻ അങ്ങ് വരെ നല്ല ചൂട്. ഞാൻ കൊണ്ടുവില്ല. കൊടിയടി ചൂടാടി സൂപ്പർ സാധനം. കലഹിച്ചു മരിക്കുന്നിവിടം ഇഹലോകം എൻ മകനെ. മഞ്ഞളൊക്കെ ഇതിങ്ങനെ പൊക്കി അടിക്കുമായിരിക്കും ഫാനില്, അതിനെ വെച്ചേക്കുന്നേ. കലക്ക് കലക്ക് ഇതിൽ കലങ്ങിയിട്ടുണ്ട്. ഗെയിം ഓഫ് ത്രോൺസിനകത്ത് ഈ ഒരു ഷോട്ട് കണ്ടിട്ടുള്ളൂ. ഇപ്പൊ നേരിട്ട് എഡിറ്റ് ചെയ്തേ. അതിന്റെ ഷൂട്ട് പോക്കറ്റ് അവരിത് പിടിച്ചോണ്ട് സെറ്റപ്പ് നിനക്ക് പറ്റത്തില്ല. ഇതാണ് അങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നതാണ് ബ്രേക്കിംഗ്. ഇതിന് ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കിംഗ് ആവും. ഒരെണ്ണം കൊണ്ടെന്നാണോ നീ പറയുന്നേ? ഇത് നേരെ മേലേക്കാന്ന് പോകുന്നത്. എന്റെ കെട്ടിയാ
It's an amazing view. Ooh. ഇതൊക്കെ ഇനി ഉരുകി വെള്ളമായിട്ട് താഴെ വരും. അന്നേരം പുഴ നിറയും. ഗെയിം ഓഫ് ത്രോൺസിലെ നൈറ്റ് വാക്കേഴ്സ് ഉണ്ട്, അവരുടെ ഇതുപോലെ. നമ്മൾ പോയാൽ ഏറ്റവും ലാഭം ഇതാണ്. ഇന്നലത്തേത് ഇന്നത്തേത് പൊളി. ഇതെല്ലാം മരം വെട്ടിയിട്ടേക്കും കേട്ടോ. മരം എല്ലാം വലിയ മേലുണ്ട്, അതാ ഏറ്റവും മേലും. ഓരോരുത്തര് വരാൻ നിൽക്കുന്നുണ്ടോ? ഇവിടെ നിന്നിട്ടുണ്ടല്ലോ, അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. എന്നിട്ട് നമുക്ക് ഇറങ്ങി പെട്ടെന്ന് ഗൈസ് അങ്ങനെ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ഹിമാലയം കാണുന്ന പോലെയുണ്ട് ആ സൈഡിലെ മലനിരങ്ങളൊക്കെ കാണുമ്പോൾ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കേബിൾ കാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷൻ ഗബലയിലെ. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കാണാം. അങ്ങനെ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് കുറച്ച് നേരം മഞ്ഞിലൊക്കെ കളിച്ച് നമ്മൾ മെല്ലെ താഴോട്ടേക്ക് പോവുകയാണ്. നമ്മൾ താഴോട്ടേക്ക് പോകുമ്പോൾ കേബിൾ കാറിൽ ഇരിക്കുമ്പോഴുള്ള വ്യൂ ആണിത്. അടിപൊളിയാണ്, നേരിട്ട് കാണാൻ വേറെ ലെവലാണ് എന്ന് പറഞ്ഞാൽ ശരി. ഇത് കാണുന്നത് ഒരു ഇതാണ് സ്വിമ്മിങ് പൂളാണെന്ന് തോന്നുന്നു, മൊത്തം ഐസ് പിടിച്ചിട്ട്. അങ്ങനെ അവിടെ നിന്ന് ഐസിൻ്റെ സ്ഥലം മാറി ലാസ്റ്റ് സ്റ്റേഷനിലേക്ക് നമ്മളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കാണുന്ന വ്യൂ ആണിത്. അടിപൊളി വ്യൂ ആണ്, വേറെ ലെവൽ വ്യൂ. നമ്മളെ കൂടെ ഒരു അമ്മയും കുഞ്ഞും ഉണ്ടായിരുന്നു കേബിൾ കാറിൽ. അവരുടെ ലാംഗ്വേജ് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, നമുക്കൊന്നും മനസ്സിലായില്ല. Bizim otelimiz şuradaki. Gördün mü? Ya. Bak 14'ümüz. Bak 14. Hangisi oldu? Buradaki. Direkt. Ha, direkte mi yazıyordu? Gel bakalım. Gel yanıma, çabuk yanıma gel. അവിടെ നിന്ന് നേരെ നോഹൂറിലേക്ക് എന്നൊരു സ്ഥലത്ത് വന്ന് ടൈമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെയുള്ള കാഴ്ചയാണിത്. അത് കഴിഞ്ഞ് നേരെ ഇവിടുത്തെ ഒരു ഓത്തൻറ്റിക് ഹോട്ടലിൽ നിന്ന് അസർബൈജാൻ ഓത്തൻറ്റിക് ഫുഡ് വാങ്ങി. അപ്പോൾ ഹോട്ടലിലെ ലൈറ്റിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. അപ്പോൾ ഇതാണ് അസർബൈജാനി ഓത്തൻറ്റിക് ഫുഡ്. നമ്മുടെ നാട്ടിലെ ബിരിയാണി പോലെയാണ്, പക്ഷേ ഇതിൻ്റെ ഉള്ളിലാണ് ബിരിയാണി ഉള്ളത്. നമ്മളതങ്ങനെ കട്ട് ചെയ്തിട്ട് നോക്കി, പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. ചിക്കൻ്റെ അതാണ് വാങ്ങിയത്. അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ്. ഇതാണ് അസർബൈജാനി ഓത്തൻറ്റിക് ഫുഡ്. ഉള്ളിൽ ഫുള്ള് എന്ന് പറയണ്ടേ ബിരിയാണിയിലിടുന്ന പോലെ മുന്തിരി അതൊക്കെ ഉണ്ടായിരുന്നു. അസർബൈജാൻ ഡേ 4 ഇന്നാണ് ലാസ്റ്റ് ദിവസം. നമ്മൾ ആദ്യം നേരെ പോയത് ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മല കാണാനാണ്. ഇതിനടിയിൽ ഗ്യാസാണ്, അതാണ് ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്നത്. മുന്നേ ഈ സ്ഥലത്ത് ഏതോ അറബി വന്ന് സിഗരറ്റ് കത്തിച്ചിട്ട് അത് കളഞ്ഞപ്പോൾ
അങ്ങനെ തീ പിടിച്ചതാണെന്നാണ് ഇവിടെ പറയപ്പെടുന്നത്. പിന്നെ ഇത് അസർബൈജാൻ്റെ ടൂറിസം ഭൂപടത്തിൽ ഒരു സ്ഥലമായിട്ട് മാറ്റി. അതിൻ്റെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുൾ ടൈം 24 hour ഇതിങ്ങനെ ഫ്ലെയിം ചെയ്തുകൊണ്ടേയിരിക്കും. നാച്ചുറൽ ഗ്യാസാണിത്. ഇവിടെ നിന്ന് നേരെ നമ്മൾ പോയത് ഇവിടുത്തെ ഫയർ ടെമ്പിളിലേക്കാണ്. അപ്പോൾ പണ്ടത്തെ പ്രാചീനകാലത്ത് ഉണ്ടാക്കിയ ക്ഷേത്രമാണിത്. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം.
ഇവിടുത്തെ മ്യൂസിയം പോലെ ആക്കി വെച്ചൊരു ടെമ്പിളാണിത്. ഇതിൻ്റെ അകത്ത് പണ്ട് ഇവിടുന്ന് കുഴിച്ചപ്പോൾ കിട്ടിയ സാധനങ്ങളും അങ്ങനത്തെയൊക്കെയാണ് വെച്ചിട്ടുള്ളത്. കാണാൻ അടിപൊളിയാണ്. അലാവുദ്ദീനും അത്ഭുത വിളക്കുമാണെന്ന് തോന്നുന്നത്. അതിൻ്റെ ഒരു ഇത് വെച്ചതാണിത്. ഗായ്സ്, അങ്ങനെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകാൻ എയർപോർട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വിസ് എയർ തന്നെയാണ് നമ്മുടെ റിട്ടേൺ ഫ്ലൈറ്റും. അതിന് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അബുദാബിയിലേക്ക്. ഇപ്പോൾ രാവിലെ ഒരു 9 മണിയാകുമ്പോഴത്തേക്കും അവിടെ എത്തി. അപ്പോൾ അടുത്ത കൺട്രിയും അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ആൾ.